Welcome back to ISK Easy English. Okay, dear friends, ഇന്ന് നമ്മൾ സാധാരണ വീഡിയോസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസ് തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള പാരൻസിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അതായത് കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ, പരമാവധി കാര്യങ്ങൾ ഒരു കുറഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. അതായത് വീട്ടിൽ കുട്ടികളുള്ള ആളുകൾക്ക്, രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക്, അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? അപ്പോൾ നമുക്ക് സാധാരണ രക്ഷിതാക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് LKGയിൽ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അതായത് നമ്മളുടെ LP സ്കൂളിൽ KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിലാണല്ലോ നമ്മൾ LP എന്ന് പറയുക, ലോവർ പ്രൈമറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു LP ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ അവരെ എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അവരുടെ ആ ഒരു രീതി എന്താ, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LP ക്ലാസ്, അതായത് LKG, UKG, 1ാം ക്ലാസ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടും ചിത്രങ്ങൾ നോക്കിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവർക്ക് വരുന്നത് ചിത്രത്തിൽ നോക്കിയിട്ട് ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവാം, അതായത് ചിത്രങ്ങൾ, പിക്ചേഴ്സ് തന്നിട്ട് ചിലപ്പോൾ എന്തായിരിക്കാം, അതിന്റെ എണ്ണമായിരിക്കാം. അതുപോലെ തന്നെ ചിത്രങ്ങൾ വിവരിക്കുക, ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും. ചിത്രം തന്നിട്ട് കോൺവെർസേഷൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ചിത്രം നോക്കിയിട്ട് എന്താ കാര്യം എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രം നോക്കിയിട്ട് കുട്ടിക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഇത്തരം ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ, അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, അതായത് കുട്ടി 1ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 2ലോ 3ലോ 4ലൊക്കെയാണ് പഠിക്കുന്നത്, കുഴപ്പമില്ല, അവനൊരു 6ഉം 7ഉം അല്ലെങ്കിൽ 8, 9, 10 എത്തുമ്പോഴേക്കും അവൻ ശരിയായിക്കൊള്ളും. അപ്പൊ ഈ ഒരു സാധാരണ രക്ഷിതാക്കളുടെ നിലപാടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാളാണെങ്കിലും ഇപ്പൊ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും ചിന്തിക്കുന്നതാണ്, അല്ല ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ, അതായത് 4ലോ അല്ലെങ്കിൽ 5ലോ ഒക്കെയാണ് പഠിക്കുന്നത്, അവനൊരു ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, അവൻ ശരിയാവും, അവനെല്ലാം കൃത്യമായിട്ട് പഠിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ അതായത് ഈ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ പിക്ചേഴ്സ് തന്നിട്ട്, ചിത്രങ്ങൾ തന്ന് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കും. ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ 2 പേരുടെ ചിത്രങ്ങൾ ഉണ്ടായിരിക്കും, 2 കൂട്ടുകാർ, അവർ ചിത്രങ്ങൾ, ആ ചിത്രം ഉണ്ടായിരിക്കും, അവർ പരസ്പരം കാണുന്നു, അവിടെ ഒരു സംഭാഷണം എഴുതാനാണ്. അപ്പൊ അതിൽ ഗ്യാപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഫില്ല് ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ മീൻസ് കുട്ടികൾ അത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന, അപ്പൊ ഞാൻ ഈ പറഞ്ഞത് 3ലും 2ലും 1ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഈ ചിത്രങ്ങൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ മരത്തിന്റെ ചിത്രം ഉണ്ടായിരിക്കും, വീടിന്റെ ചിത്രം ഉണ്ടായിരിക്കും. ഇപ്പൊ അതിലെന്തെല്ലാം കാണുന്നു, എവിടെയാണ് ഇരിക്കുന്നത്, അതിലുള്ള കഥാപാത്രങ്ങൾ, അതിലുള്ള ക്യാരക്ടേഴ്സ് എന്തെല്ലാം ചെയ്യുന്നു, ഇത് നോക്കിയിട്ട് കുട്ടി എഴുതണം. ഇത് നോക്കി കുട്ടി മലയാളത്തിൽ എഴുതണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് നോക്കിയിട്ട് നമ്മളെ മക്കൾ മലയാളത്തിൽ എഴുതണമെങ്കിൽ നമ്മളെ മക്കൾക്ക് എന്ത് ചെയ്യണം, മലയാളം അക്ഷരം അറിയണം. പിന്നെ മാത്രമല്ല വാക്കുകൾ അറിയണം. വാക്കുകൾ എന്ന് പറയുമ്പോൾ അതിൽ വള്ളി ഇടാൻ അറിയണം, പുള്ളി ഇടാൻ അറിയണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാന്ന് എഴുതാൻ അറിയണം, കീന്ന് എഴുതാൻ അറിയണം, കേന്നും അതുപോലെ തന്നെ കോന്നും കോന്നും, ഇതൊക്കെ എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു LPയിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റുന്നില്ല എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ UPക്ക് എത്തിക്കഴിഞ്ഞാൽ, UPയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, UPയിൽ പഠിക്കുന്നത്, UPയിലാവുമ്പോഴേക്കും ചിത്രങ്ങൾ കുറഞ്ഞു വരും. ചിത്രങ്ങൾ കുറഞ്ഞിട്ട് വെറും എഴുതാനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. LPയിൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യം ഫുള്ള് LP ക്ലാസ്സിൽ ചിത്രങ്ങളായിട്ട് വരും. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിന്റെ ആൻസേഴ്സ് അതിൽ നിന്നും എഴുതാ ചെയ്യേണ്ടത്. ഈ കുട്ടി ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കാം. അതിലുപരിയായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. അത് LPയിലും UPയിലെല്ലാം
എക്സാമിന് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കും. പക്ഷെ എഴുതേണ്ട കാര്യം എന്ത് ചെയ്യണം, അക്ഷരം അറിഞ്ഞാലല്ലേ കുട്ടിക്ക് എഴുതാൻ പറ്റുക. അപ്പൊ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമാണ് അക്ഷരങ്ങൾ അറിയണം, വാക്കുകൾ അറിയണം. കാരണം ഇത് നമ്മളെ കുട്ടിക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം, ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടികള്, നമ്മളെ മക്കള്, ഇവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, എഴുതാൻ പറ്റണം. കാരണം അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UP ക്ലാസ്സാണ്. UP ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ ഉണ്ടാവില്ല. ഈ സന്ദർഭങ്ങൾ ഫുൾ എന്ത് ചെയ്യും, അവിടെ വാക്കുകളിലായിരിക്കും. അപ്പൊ ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം, വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണം. ഇപ്പൊ ഒരു 5ലും 6ലും 7ലും പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പൊ എക്സാമിന്, ഇപ്പൊ ഇംഗ്ലീഷിന്റെ പരീക്ഷക്കാണെങ്കിലും ഹിന്ദിയുടെ പരീക്ഷക്കാണെങ്കിലും സന്ദർഭം തരും. ഇമെയിൽ എഴുതാണ്ടാവും, കത്ത് എഴുതാണ്ടാവും. അതുപോലെ തന്നെ ചെറിയ സെന്റൻസുകൾ തന്നിട്ട് അത് കറക്റ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ ഈ UPയിൽ പഠിക്കുന്ന കുട്ടിക്ക് LPയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല എന്ന് വെക്കാം. ആ ക്ലാസ്സിൽ ഈ കുട്ടി പഠിച്ചിട്ടില്ല എന്ന് വെക്കാം. അപ്പൊ നമ്മൾ LP ക്ലാസ്സിൽ നമ്മളെപ്പോലെ സാധാരണ രക്ഷിതാക്കൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം അവൻ UPക്കും ഹൈസ്കൂളിലേക്കും, അല്ലെങ്കിൽ നമ്മളെ മക്കൾ UPയിലും ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യാം, അവർ ശരിയായിക്കോളും. നമ്മൾ ഈ രീതിയിൽ പോവാണെങ്കിൽ LPയിൽ കാര്യങ്ങൾ പഠിക്കാത്ത കുട്ടി ഒരു കാരണവശാലും UPക്ക് എത്തുമ്പോൾ അതേ രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ വരും. ഈ കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, പരീക്ഷയ്ക്ക് ആൻസർ എഴുതാനും കഴിയാത്ത അവസ്ഥ വരും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമ്മളെ കുട്ടിക്ക് UPയിൽ വേണ്ട കാര്യങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ LPയിൽ ആ കുട്ടി എന്ത് ചെയ്യണം, പക്ക കറക്റ്റ് ആയിരിക്കണം. LPയിൽ പറയുന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് എഴുതാൻ കഴിയുമോ, അപ്പൊ അതിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ആ കുട്ടിയുടെ കുറവ് നമ്മൾ നികത്തിയെടുക്കണം. നികത്തിയെടുത്താൽ മാത്രമേ കുട്ടിക്ക് UPയിൽ വരുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. ഇനി അങ്ങനെ എന്ത് ചെയ്യാണ്, ഹൈസ്കൂളിലേക്ക് എത്തി 8, 9, 10 ക്ലാസ്സുകളിൽ അതായത് കൃത്യമായിട്ട് ലാംഗ്വേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചിത്രങ്ങളും ഉണ്ടാവില്ല, മറ്റു കാര്യങ്ങളും ഉണ്ടാവില്ല. കാര്യമായിട്ട് എന്ത് ചെയ്യണം, വായിച്ച് മനസ്സിലാക്കി എഴുതണം. അവ UP ക്ലാസ്സിൽ കൃത്യമായിട്ട് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പോ UPയിൽ ഇപ്പൊ ഹിന്ദി തുടങ്ങുകയാണ്. അപ്പൊ കൃത്യമായിട്ട് ആ ക്ലാസ്സുകളിൽ ഹിന്ദി UPയിലാണ് തുടങ്ങുന്നത്. 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് ആ കുട്ടി ഹിന്ദി സ്വന്തമായി ചിത്രം ഉണ്ടാവില്ല. അതായത് UPയിലാണ് ഹിന്ദി പഠിക്കുന്നത്. UPയിൽ 5, 6, 7ലേക്ക് എത്തുമ്പോഴേക്കും 6, 7ലേക്ക് എത്തുമ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിത്രമൊന്നും ഉണ്ടാവില്ല. പാഠഭാഗങ്ങള്, പദ്യത്തിന്റെ ഭാഗങ്ങള്, ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. താഴെ ചോദ്യം ഉണ്ടായിരിക്കും, ഈ കുട്ടി വായിച്ച് കണ്ടെത്തി എഴുതണം. അപ്പൊ കൃത്യമായിട്ട് 5ാം ക്ലാസ്സിലെ അക്ഷരങ്ങളും വാക്കുകളും പഠിച്ച് ക്ലിയർ ചെയ്ത് അത്യാവശ്യം വാക്കർത്ഥങ്ങളെല്ലാം ഈ കുട്ടി പഠിച്ചാലേ കുട്ടിക്ക് ഇത് നോക്കി വായിച്ച് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ കുട്ടിക്ക് അറിയേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ആ ഒരു തലത്തിൽ ഇപ്പൊ LP തലത്തിൽ പഠിക്കേണ്ടത് LP തലത്തിൽ തന്നെ പഠിക്കണം. അത് UPയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് UPയും പഠിക്കാൻ പറ്റില്ല, LPയും പഠിക്കാൻ പറ്റില്ല. അപ്പൊ LPയിൽ പഠിക്കേണ്ടത് LPയിൽ തന്നെ പഠിക്കണം, UPയിൽ പഠിക്കേണ്ടത് UPയിൽ പഠിക്കണം. ഹൈസ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും കുട്ടി ഹൈസ്കൂളിൽ പഠിക്കേണ്ടത്. ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ സാധാരണ നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലും അറിയോ ഇല്ലയെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് 8ലേക്ക് എത്തുമ്പോഴായിരിക്കും. അപ്പൊ കുട്ടി 8ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷിതാക്കളായ നമ്മൾ ആ സമയത്താണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം കുട്ടിക്ക് മലയാളം എഴുതാൻ അറിയില്ല, കുട്ടിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, ഹിന്ദി പിന്നെ കുട്ടിക്ക് ഒന്നും അറിയില്ല. കാരണം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് കാര്യങ്ങൾ 1ാം ക്ലാസ് തന്നെ തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കുട്ടിക്ക് നമ്മൾ പറയുന്നുണ്ട്, കുട്ടിക്ക് വായിക്കാൻ കുറേയൊക്കെ അറിയാം, തട്ടിമുട്ടി വായിക്കും, കുട്ടിക്ക് എഴുതാനൊന്നും അറിയില്ല. പക്ഷെ ഹിന്ദിയുടെ കാര്യത്തിൽ കുട്ടിക്ക് എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. കാരണം അത് UPന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ തീരെ ശ്രദ്ധിക്കാതിരുന്നാൽ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളുടെ പഠന കാര്യത്തിൽ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം നിർബന്ധമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടി എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സിലബസിന്റെ കൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണോ കരിക്കുലം അതിന്റെ കൂടെ കുട്ടി മുന്നോട്ട് പോവുള്ളൂ. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മൾ കുട്ടിക്ക് വേണ്ട ഒരു സപ്പോർട്ട്. ഇപ്പൊ ചില കുട്ടികൾ കൃത്യമായിട്ട് അവർ തന്നെ സ്കൂളിൽ നിന്ന് അത് ഫോളോ ചെയ്ത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അത്തരം കുട്ടികൾ പാരന്റ്സ് അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. എന്നാൽ എല്ലാ കുട്ടികളെ കൊണ്ടും അത് കഴിയണമെന്നില്ല. അപ്പൊ അവർക്ക് വീട്ടിൽ നിന്ന് നമ്മൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, അവർക്ക് അറിയാത്തത്, ഇപ്പൊ അവർക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ വായിക്കാൻ പറഞ്ഞു കൊടുക്കണം. കാരണം എഴുതാൻ അറിയില്ലെങ്കിൽ എഴുതാൻ പറഞ്ഞു കൊടുക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പിക്ചേഴ്സ് കാണുമ്പോൾ,
എന്താണ് ആ ചിത്രത്തിലുള്ളതെന്ന് കുട്ടിക്ക് മലയാളത്തിൽ എഴുതാൻ കഴിയണം. ആ മലയാളത്തിൽ എഴുതാന്ന് പറയുമ്പോൾ ചിത്രം ഉണ്ടാവും, ചിത്രത്തിന്റെ താഴെ എന്തുണ്ടായിരിക്കും, ആ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടായിരിക്കും എന്താണ് ചിത്രത്തിൽ കാണുന്നത്. പക്ഷെ അതിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നിരിക്കില്ല, ആ സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ അവിടെ പൂരിപ്പിക്കാനുള്ളത് ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ ചിത്രത്തിൽ കാണുന്നത് എന്ത്, അത് എങ്ങനെ എഴുതണം എന്ന് കുട്ടിക്ക് അറിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് ബോക്സിൽ നിന്നും എടുത്ത് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്ന കുട്ടി, അതായത് LP ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടി UPയിലേക്ക് എത്തുമ്പോൾ ചിത്രം ഇല്ലാതെ തന്നെ വായിച്ച് ചെയ്യാൻ പറ്റും. കാരണം അപ്പൊ ആ രീതിയിൽ ഓരോ തലത്തിലും ഒരു കുട്ടി അക്വയർ ചെയ്യേണ്ട ഒരു കഴിവ്, അതായത് ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവാണ് നമ്മൾ. കാരണം അത് അക്വയർ നേടിയെടുക്കേണ്ട കാര്യമാണ്. ഓരോ തലത്തിൽ ഇങ്ങനെ നേടിയെടുക്കണം. അതിങ്ങനെ നേടിയെടുത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടി ആ ലെവലിൽ എത്തുള്ളൂ. അപ്പൊ നമ്മളെ കുട്ടി നമ്മൾ അല്പം പിറകിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഏത് സബ്ജക്റ്റിലാണ് പിറകില്, എന്തിലാണ് പിറകിൽ എന്നുള്ളത് കൃത്യമായി നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടിക്ക് നൽകേണ്ടത് നമ്മൾ നൽകണം. എന്നാൽ മാത്രമേ ഒരു 10ാം ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ ഏതൊരു ഡിവിഷനാണോ, ഏതായിക്കോട്ടെ, LKG ആയിക്കോട്ടെ, അതല്ല LP ആണെങ്കിലും UP ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും, കുട്ടി ആ ഒരു പഠിക്കുന്ന കാര്യത്തിന്റെ കൂടെ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ഇത്തരം കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇത്തരത്തില് പഠനവുമായി ബന്ധപ്പെട്ട ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ, എൻ്റെ നിഗമനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെതായ കാഴ്ചപ്പാടുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞതിൽ വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.